ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ വയനാട് റോഡ്സ് വിത്ത് ആശ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ബെഡ് റെസ്റ്റിലാണ്. നിങ്ങൾക്കറിയാം, അങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയിട്ട് വീട്ടിൻ്റെ ബെഡ് റെസ്റ്റിലാണ്. കാര്യമായിരുന്നു, ബൈക്കും കൊണ്ട് പോയപ്പോൾ എതിർദിശയിൽ വന്ന് വണ്ടി എന്നെ ഇടിച്ചു. അങ്ങനെ ആക്സിഡൻ്റായി, കാല് ഒടിഞ്ഞു. അപ്പോൾ കാല് എങ്ങനെയാണെന്ന്, കാല് എവിടെ അടിച്ച് തട്ടിയെന്നൊക്കെ പറഞ്ഞുതരാം. എൻ്റെ എല്ല് കട്ടായിപ്പോയ സ്ഥലം കാണിച്ചു തരാം. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് പറ്റിയൊരു അബദ്ധം, ഈ ഒരു അപകടം പറ്റിയപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. കാലത്ത് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത്, നമ്മൾ പ്രായമുള്ളവർക്ക് എന്ത് സംഭവിച്ചാൽ നമ്മൾ പെട്ടെന്ന് അവരോട് സോറി പറയുക, അല്ലെങ്കിൽ തെറ്റിൻ്റെ ക്ഷമ വഹിക്കുക എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീണ് ആക്സിഡൻ്റ് ആയപ്പോൾ കാല് പൊട്ടിയ സമയത്ത് ആ അപകടത്തിൽ ഞാൻ ഒരാളോട് സോറി പറഞ്ഞു. എൻ്റെ എതിരെ വന്ന വണ്ടിക്കാരന് സോറി പറഞ്ഞപ്പോൾ അങ്ങനെ അബോധത്തിൽ പറഞ്ഞു പോയതാണ്. ഞാൻ നോർമൽ മൈൻഡിലല്ല പറഞ്ഞത്. പക്ഷെ ആ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞു. ഒരു വാക്കുകൊണ്ട് ഞാനൊരു കേസിലെ പ്രതിയായിരിക്കുന്ന കാലാവസ്ഥയാണ്. കാരണം അവിടെ ഇടിച്ചു. ഓക്കെ, ഞാൻ നോർമൽ സൈഡിൽ കൂടെ, എൻ്റെ സൈഡിൽ കൂടെ തന്നെ പോയത്. എൻ്റെ വണ്ടി വേഗത കുറവായിരുന്നു. ആ വണ്ടി പെട്ടെന്ന് വരികയും ഇടിക്കുകയും അവരാണ് തെറിച്ച് വീഴുകയും ചെയ്തു. പക്ഷെ അതിനെതിരെ എനിക്കാണ് കേസ് വന്നത്. കാരണം ഞാൻ അവിടെ അയാളോട് സോറി പറഞ്ഞു എന്ന് പറഞ്ഞ് ഇപ്പോൾ എനിക്കെതിരെ എഫ്ഐആർ ചെയ്തുകയും എനിക്ക് കേസ് കൊടുക്കുകയും. ഒന്ന് ഓർക്കുക, ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരാൾ ബഹുമാനം കൊടുക്കുകയോ അല്ലെങ്കിൽ അവരോട് ഒരു മനുഷ്യത്വരഹിതമായി പെരുമാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും നിലവിലുണ്ടാവില്ല. കാരണം എല്ലാവർക്കും പ്രശ്നമാണ്. കാരണം സപ്പോർട്ട് ചെയ്താൽ അത് കുറ്റകരമായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. ശരിക്കും ഇന്നത്തെ കാലത്ത് മനുഷ്യത്വപരമായ ഒരു പ്രവൃത്തി എവിടെയും കാണുവാനില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ അവർ പുച്ഛത്തിലേയും കുഴപ്പമില്ല, അതൊന്ന് സാമാന്യ രീതിയിൽ മനസ്സിലാക്കി ആ തെറ്റ് ആ രീതിയിലാണ് അവരെ ശിക്ഷിക്കേണ്ട പകരം വാദിയെ പ്രതിയാക്കുന്ന കാലഘട്ടമാണ് എന്നുള്ളത്. അപ്പോൾ ഇനിയെങ്കിലുള്ള എന്നെ അറിയുന്നവർ ശ്രദ്ധിക്കുക. കാരണം ഞാൻ പോയിട്ട് ഇങ്ങനെ അവധിൽ കുടുങ്ങി, ഇനി ആരെങ്കിലും അവധിൽ കുടുങ്ങരുത്. കാരണം ഇന്ന് ഒരാളെയും നമ്മൾ ഇതാക്കാൻ പാടില്ല. കാരണം പിന്നെ നമ്മൾ ഒരു അനുകമ്പയോടുകൂടിയോ അല്ലെങ്കിൽ ഒരു മനുഷ്യത്വരഹിതമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ എന്നും വിനയായിട്ടാണ് വരുന്നത്. അപ്പോൾ അതാണ് ഇന്ന് വളരെ വേദനയായ കേസ് കൊടുത്തിട്ട് കേസിനെതിരെ എനിക്ക് ഇങ്ങനെയാണ് വിധി വരുന്നതെന്ന് ഇങ്ങനെ സ്റ്റേഷനിൽ പറഞ്ഞു. ഞാനാണ് റോങ് സൈഡ് പോയതെന്നും. ഒരു പ്രാവശ്യം റോങ് സൈഡിൽ കൂടെ അല്ല പോയത്, അതിൻ്റെ മുമ്പിൽ വണ്ടി തിരിഞ്ഞിറങ്ങിയപ്പോൾ ഓവർടേക്കിൽ പോയെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത് സെൻറ്ററിൽ കൂടെയാണ് ഏകദേശം പോകുന്നത്, അല്ലാതെ ആ റോങ് വിങ്ങിൽ കൂടെ അല്ല പോകുന്നത്. ആ വണ്ടിക്ക് പോകുന്ന സ്ഥലവും ഉണ്ടായിരുന്നു. പക്ഷെ അവരൊന്ന് ഇടിക്കാൻ, അവർ അമിത വേഗത്തിൽ വന്നിട്ട് എന്നെ ഇടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ വേദന. കാരണം ഇന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് നമുക്കൊരു അബദ്ധം അതായിരുന്നു. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ എൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം, എവിടെയാണ് അപകടം പറ്റിയത്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ കാല് കാണിച്ചു. കാലിൻ്റെ അത് ഇവിടെ ആയിട്ടാണ് എല്ല് പൊട്ടിയത്. രണ്ട് എല്ലുകൾ പൊട്ടിയിട്ടുണ്ട്, തൂങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ജോയിൻ്റ് ആവാൻ കാലതാമസമാണുള്ളത്. അപ്പോൾ എന്തായാലും 1.5 മാസക്കാലം അത് ജോയിൻ്റ് ആവാൻ താമസം പിടിക്കുമെന്നാണ് പറഞ്ഞത്. ജോയിൻ്റ് ആയിട്ട് വേണം നടക്കാൻ. മറ്റു കാലിനോ മറ്റു ഇതിനോ ഒന്നിനോ എവിടെയും പറ്റില്ല. അയാൾ വന്ന് ഇടിച്ച ഭാഗമായിരുന്നു ഇവിടെ. അടിച്ചതുകൊണ്ട് അവിടെയാണ് എല്ല് പൊട്ടിയത്. ബാക്കി വിഷയങ്ങളൊന്നുമില്ല. ബെഡ് റെസ്റ്റിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് അതിലൂടെ മനസ്സിലായത്, ഇനിയെങ്കിലും നമുക്ക് മനുഷ്യത്വരഹിതമായ ഒരാളും പെരുമാറാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കാം എന്നാണ് ഈ ഒരു അപകടത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ അത് കാണുന്ന ആരും ഉണ്ടെങ്കിൽ അങ്ങനെ അബദ്ധം പറ്റുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. കാരണം ഇന്ന് നല്ലതിൻ്റെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും തിന്മയിലൂടെ നിൽക്കാനാണ് താല്പര്യം കൂടുതൽ. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് പോവുക. അപ്പോൾ ഗുഡ് ബൈ.